വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. വിടുതൽ നൽകുന്ന ഒരു സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 ബാലന്മാരെ തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞു. മാത്രമല്ല, ഈ ചൂള 7 മടങ്ങ് ചൂട് കൂട്ടിയിരിക്കുന്നതാണ്. വളരെ ശക്തമായ ചൂടിലാണ് ഇവർ അകപ്പെട്ടത്. എന്നാൽ ഏകനായ ദൈവം, ഉയരുകയും കുതിക്കുകയും സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം ചൂളയിലിറങ്ങി ചൂളയിലെ സ്തോത്രം ചൂടിനെ കെടുത്തിയ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നോക്കിയപ്പോൾ നമ്മൾ 3 പേരെയെല്ലാം ആണെന്നുള്ളൂ ഇട്ടത്. എന്നാൽ അതിനകത്ത് ഒരുവനെയും കൂടെ കാണുന്നു. ദൈവ ദൂതന് തുല്യമായ തേജസ്സുള്ള ഒരാളെ കാണുന്നു. അവർ അതിശയിച്ചു പോയി. കാരണം സർവശക്തനായ ദൈവം അവിടെ ഇറങ്ങിയതാണ്. ശത്രുക്ക് മേശക്ക് അബദ്ധനഹോയെ അവരെ വിടുവിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം, യഹോവയായ ദൈവം അവിടെ ഇറങ്ങി. നിത്യനായ ദൈവം അവിടെ ഇറങ്ങി. സർവശക്തനായ ദൈവം ഇറങ്ങി. അല്ലെങ്കിൽ യേശു ക്രിസ്തു ആ തീച്ചൂളയിൽ ഇറങ്ങി വിടുവിച്ചു. എന്തിനാണ് അവരെ വലിച്ചെറിഞ്ഞത്? പ്രൊഫസറോട് രാജാവിൻ്റെ സ്വരൂപത്താൽ നിർമ്മിച്ച ബിംബത്തെ നമസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തീച്ചൂളയിൽ തള്ളിയിടണമെന്ന് ഒരു ഉടമ്പടി അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ഈ ബാലന്മാർ ഒരുമിച്ച് നിന്ന് പറഞ്ഞ്, ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും പ്രൊഫസറാമേ, രാജാവ് നിർമ്മിച്ചതായ ഈ ബിംബത്തിൽ ഞങ്ങൾ മുട്ടുകുത്തി ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്ന് അവരൊരു തീരുമാനമെടുത്തു. പ്രൊഫസറാമേ, സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, സർവശക്തനായ ദൈവമെന്ന്, യഹോവ എന്ന്, യേശു എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ പ്രൊഫസറാമേ അവർ പറഞ്ഞത്, പ്രൊഫസറാമേ ഹല്ലേലൂയ, ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഒരു തീരുമാനമാണ്. കാരണം തീയിൽ ബന്ധു പോകട്ടെ എന്നാണ് അവരുടെ തീരുമാനം. പ്രൊഫസറാമേ, സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയാണോ പ്രിയരെ? പ്രൊഫസറാമേ, ദൈവം ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും പ്രൊഫസറാമേ, എല്ലാവരും തള്ളിയാലും തള്ളിയില്ലെങ്കിലും പ്രൊഫസറാമേ, എല്ലാവരും ഉപേക്ഷിച്ചില്ലെങ്കിലും ഹല്ലേലൂയ പ്രൊഫസറാ, ജീവിക്കുവാൻ ഒന്നുമില്ലെങ്കിലും ഉണ്ടായാലും പ്രൊഫസറാമേ,